ഹേ എവരിവൺ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗൂഗിൾ ടാഗ് മാനേജറിനെ കുറിച്ചാണ്. സോ ഗൂഗിൾ ടാഗ് മാനേജർ എങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതാണ്. സോ എന്താണ് ഈ ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ ടാഗ് മാനേജർ എന്ന് വെച്ചാൽ ഒരു ടൂളാണ്. ആ ടൂൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ട്രാക്കിംഗ് കോഡ്സ് ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ നമ്മുടെ പിക്സൽ കോഡ്സ് ഫേസ്ബുക്കിന്റെ, അതുപോലെ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയുടെ കോഡ്, ഗൂഗിൾ അനലറ്റിക്സിന്റെ കോഡ്, അങ്ങനെയുള്ള ഈ കോഡ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഡയറക്ട്ലി വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിനെ ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കും. കാരണം നമ്മുടെ വെബ്സൈറ്റ് ലോഡിംഗ് സ്പീഡ് കൂടും, അതുപോലെ ബൗൺസ് റേറ്റ് കൂടും. അത് മുഖാനം നമുക്ക് വെബ്സൈറ്റിലെ SERP പേജിൽ നമ്മൾ ഫസ്റ്റ് റാങ്ക് ചെയ്യാനുള്ള ചാൻസ് കുറയാൻ ഒരു കാരണമാണിത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജർ ഉപയോഗിക്കുന്നത്. സോ ഈ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗൂഗിൾ ടാഗ് മാനേജറിന്റെ ഒരു കോഡ് മാത്രം നമ്മൾ വെബ്സൈറ്റിന്റെ ബാക്ക് എൻഡിൽ ഇംപ്ലിമെന്റ് ചെയ്യും. പിന്നെ അതിനുശേഷം നമ്മളുള്ള ബാക്കിയുള്ള കോഡ്സും കാര്യങ്ങളും, ഇപ്പോൾ ഈ ഒരു അനലറ്റിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഇത്രയും ടൂൾസിന്റെ ഐറ്റംസ് കോഡ്സ് ഒക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് ഡയറക്റ്റ് നമ്മൾ ഗൂഗിൾ ടാഗ് മാനേജറിലാണ്. സോ അത് നമുക്ക് അതുവഴി നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. വെബ്സൈറ്റിന്റെ സ്പീഡിന് യാതൊരു ഇഷ്യൂ സംഭവിക്കില്ല. പിന്നെ ഭയങ്കര ഈസിയാണ് ഈ കാര്യങ്ങൾ ട്രാക്ക് ചെയ്യാനായാലും പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായാലും ശരി. നമുക്കൊരു ഡെവലപ്പറുടെ ആവശ്യമേ ഇല്ല. ഒരു വട്ടം മാത്രം നമുക്ക് ആ ഒരു ഡെവലപ്പറുടെ സഹായം കിട്ടിയാൽ മതി. അതിനുശേഷം പിന്നെ നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാനും അതുപോലെ തന്നെ കോഡ് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റും. സോ നമുക്ക് എന്തായാലും ഗൂഗിൾ ടാഗ് മാനേജറിനെ കുറിച്ച് നോക്കാം. സോ നമുക്ക് നമ്മുടെ ടാഗ് മാനേജർ ഓപ്പൺ ആക്കാം. അതിനുശേഷം ഇത് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. സോ ഗൂഗിൾ ടാഗ് മാനേജർ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാവുക. ഇത്രയും അക്കൗണ്ട്സും കാര്യങ്ങളും ഏതൊക്കെ അക്കൗണ്ട്സ് അത് കാണാൻ പറ്റും. സോ നമ്മൾ നമ്മുടെ വെബ്സൈറ്റിലാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുന്നു. അതുപോലെ നമ്മുടെ കമ്പനി നെയിം, അക്കൗണ്ട് നെയിം കൊടുക്കുന്നു. ഞാൻ ജസ്റ്റ് എൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ വെബ്സൈറ്റ് ആണ്. കൺട്രി നമ്മൾ ഇന്ത്യ ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ ഷെയർ ഡാറ്റ അനൗൺസ് വിത്ത് ഗൂഗിൾ ആഡ്സ് ആൻഡ് അതേഴ്സ് നമ്മൾ ടിക്ക് ചെയ്യുന്നില്ല. അതിനുശേഷം നമ്മുടെ വെബ്സൈറ്റിന്റെ URL കൊടുക്കണം. നമ്മളത് കൊടുക്കുന്നു. www. ഓക്കെ, നമ്മൾ വെബാണ്. അത് കൊടുക്കുന്നു. ക്രിയേറ്റ് കൊടുക്കുന്നു. നമ്മളിത് അക്സെപ്റ്റ് ചെയ്യുന്നു. ദെൻ യെസ് കൊടുത്ത് ഇപ്പൊ കണ്ടോ, നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കിയ അപ്പോൾ തന്നെ നമുക്കൊരു കോഡ് വന്നത്. സോ ഇതാണ് നമ്മുടെ കോഡ്. ഈ കോഡാണ് നമ്മൾ ഡയറക്റ്റ്ലി വെബ്സൈറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ ഹെഡർ ടാഗിലും അതുപോലെ ഈ സെക്കൻഡ് കോഡ് നമ്മൾ ബോഡി ടാഗിലുമാണ് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്. അപ്പോൾ കറന്റ് ഇതാ ഇവിടെ നമുക്ക് ടെസ്റ്റ് യുവർ വെബ്സൈറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് നമ്മുടെ വെബ്സൈറ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം, കോഡ് കണക്റ്റഡ് ആണോ അല്ലയോ എന്നറിയാം. സോ ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, യുവർ ഗൂഗിൾ ടാഗ് വാസ് നോട്ട് ഡിറ്റക്ട് ഓൺ യുവർ വെബ്സൈറ്റ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാഗ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. ഇത് കോപ്പി ചെയ്യാം. അതിനുശേഷം ഞാൻ എൻ്റെ വെബ്സൈറ്റ് വേർഡ് പ്ലസ് വെബ്സൈറ്റ് ആണ്. സോ ഞാൻ എൻ്റെ ഡാഷ്ബോർഡിലേക്ക് വരുന്നു. അതിൽ വന്നതിന് ശേഷം നമ്മുടെ സെറ്റിംഗ്സ് ഓപ്പൺ ആക്കുന്നു. സെറ്റിംഗ്സിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്നുള്ള സെക്ഷൻ ഉണ്ടോ, ഇവിടെയാണ് നമ്മൾ കോഡ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഈ ഒരു ഹെഡർ സെക്ഷനിൽ നമ്മുടെ ഈ ഒരു ആദ്യത്തെ കോഡ് നമ്മൾ കോപ്പി ചെയ്യുന്നു. ദെൻ നമ്മളിതിൽ പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം രണ്ടാമത്തെ കോഡ് ബോഡി ടാഗിലാണ് ആഡ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഇതിന്റെ ബോഡി ടാഗിൽ നമ്മൾ ആഡ് ചെയ്യുന്നു. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു വേർഡ് പ്രസ്സിലുള്ള സെറ്റിംഗ്സ് ആണ്. നമ്മൾ ആദ്യം ചെയ്തിരുന്നത് വേറെ രീതിയിലായിരുന്നു. ഡയറക്റ്റ് നമ്മൾ കോഡിന്റെ അണ്ടറിൽ പോയിട്ട് ചെയ്തിരുന്നത്. ഇപ്പൊ ഇതിനായിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ട്. ഇതിപ്പോ ഡെസ്ക്ടോപ്പിനും ഇത് മൊബൈലിനുമാണ്. അപ്പൊ നമ്മൾ മൊബൈലിന്റെ സെക്ഷനും അതുപോലെ തന്നെ ഒരു ഡെസ്ക്ടോപ്പിന്റെ സെക്ഷനും നമ്മൾ രണ്ട് ഫില്ല് ചെയ്യുന്നു. സോ അതിനുശേഷം സേവ് കൊടുക്കുന്നു. ഇപ്പൊ സേവ് ആയി. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമ്മുടെ വെബ്സൈറ്റിൽ അത് ഇംപ്ലിമെന്റ് ആയോ അല്ലയോ എന്ന്. rebinpk.com www. I think it's not working. HTTPS ഇല്ലാത്തതുകൊണ്ടാവുന്നത് വർക്കാവാത്തത്. ഓക്കെ, ഇനി ടെസ്റ്റ് ചെയ്ത് നോക്കാം.
ലോഡിംഗ് ആണ്. കണ്ടോ ടിക്ക് മാർക്ക് വന്നത്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോസസ്സ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മൾ ഇനിയും ഇതുപോലത്തെ ഡിജിറ്റൽ കണ്ടന്റിന്റെ വീഡിയോസുമായി വരുന്നതായിരിക്കും.